അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് റിസപ്ഷൻ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോണത് വരെ ആയിരുന്നു. അങ്ങനെ നേരെ ചെന്ന് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. വെളുപ്പിന് 4:30 എണീറ്റിട്ടുണ്ട്. ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെഹന്തിയിൽ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പിന്നെ നേരെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയാവാനായിട്ട് പോയി. പിന്നെ അങ്ങോട്ട് സമയം എങ്ങനെ പോയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. റെഡിയാവാൻ കയറത് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താണ് കേട്ടോ പോണത്. അതും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ ആയിരുന്നു. അതും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കാണ്. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. വീട്ടിൽ നിന്ന് രാവിലെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയത് മാത്രമേ ഓർമ്മയുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരു സ്വപ്നം പോലെയാണ്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള വ്ളോഗൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പല പല ഫോണിലായിട്ടും. അതുപോലെ തന്നെ ക്യാമറാമാൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അതൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് എല്ലാം കൂടി ചേർത്തൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അതിൻ്റെ കറക്റ്റ് സമയത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് നിൽക്കുവാണ്. നമുക്കൊരു കല്യാണം കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അതിന്റെ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ കിളി പോയ അവസ്ഥയായിരുന്നു. അപ്പൊ ഇതുവരെയാണ് കല്യാണം വരെയുള്ള വിശേഷങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നവരേക്കും